മനുഷ്യനെന്ന മഹാസത്യത്തെയും ഉപാധികളില്ലാത്ത സ്നേഹത്തെയും തൻ്റെ സർഗവൈഭവത്തിലൂടെ മലയാളിക്ക് സമ്മാനിച്ച സുഭാഷ് ചന്ദ്രൻ കടുങ്ങല്ലൂരിൻ്റെ തച്ചനക്കരയുടെ വാക്വൈഭവമായി നമ്മുടെ സാഹിത്യലോകത്ത് പരിലസിക്കുന്ന എഴുത്തുകാരനാണ്. വാഗ്ദേവതയുടെ ഈ തച്ചനക്കര വൈഭവത്തിലൂടെ മലയാളി ഇതുവരെ ദർശിക്കാത്ത സാംസ്കാരിക ഭൂമികയാണ് ആവിഷ്കൃതമായിട്ടുള്ളത്. പ്രതിരോധത്തിൻ്റെയും അമർഷത്തിൻ്റെയും ഇടയിലൂടെ സഞ്ചരിച്ച് വാക്കിൻ്റെ കലാദൗത്യം നിറവേറ്റുകയാണ് ഈ എഴുത്തുകാരൻ. ആലുവപ്പുഴയുടെ തീരത്ത് ജനിക്കാൻ കഴിയുക, കടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിലെ 2 സർക്കാർ പള്ളിക്കൂടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയുക, ഇതെല്ലാം എൻ്റെ ജീവിതത്തിലെ ഭാഗ്യങ്ങളായിട്ടാണ് ഞാൻ കരുതുന്നത്. കടുങ്ങല്ലൂർ ക്ഷേത്രം, നരസിംഹസ്വാമി ക്ഷേത്രം വീട്ടിൽ നിന്ന് 4-5 വീടുകൾക്ക് അപ്പുറമാണ്. അതിൻ്റെ തൊട്ടരികിൽ ഞങ്ങളുടെ ഒരു ബന്ധത്തിലുള്ള എസ് ഹരിഹരൻ നായർ എന്ന് പറയുന്ന വലിയൊരു സംഗീതജ്ഞൻ നടത്തുന്ന സരിഗ സംഗീതാലയം എന്ന ഒരു സംഗീത വിദ്യാലയമുണ്ട്. കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളിൽ കായിക വിനോദങ്ങൾ മാത്രമല്ല, സംഗീതം കൂടി നിറയ്ക്കുവാൻ ആ കുടുംബത്തിന് സാധിച്ചിരുന്നു. കുടുംബത്തിൽ ഒച്ച വയ്ക്കുന്നവർ ധാരാളം, ആ ഒച്ചയെ സംഗീതമാക്കാൻ കഴിവുള്ളവരും ഒട്ടും കുറവില്ലാതെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മാവൻ്റെ മകൻ മണിക്കുട്ടൻ ചേട്ടൻ അസാധ്യമായിട്ട് കുട്ടിക്കാലത്ത് പാടിയിരുന്ന ഒരാളാണ്. വല്യമ്മയുടെ മകൻ മണിക്കുട്ടൻ ചേട്ടൻ. അതുപോലെ അമ്മാവൻ്റെ മക്കൾ രാജീവ് തെക്കൻ എന്ന് പറയുന്ന ഒരു ഗാനരചയിതാവ്, എൻ്റെ തന്നെ അമ്മൂമ്മയുടെ അനുജത്തിയുടെ മകനായിട്ടുള്ള പേരക്കുട്ടിയായിട്ടുള്ള ഡി സന്തോഷ്, എൻ്റെ വളരെ കുട്ടിക്കാലം മുതലേ ഞങ്ങളുടെ സൗഹൃദം, അദ്ദേഹത്തിൻ്റെ കവിതാരചനയും എൻ്റെ കഥാരചനയും സമാന്തരമായി വികസിപ്പിക്കുവാൻ എൻ്റെ ബാല്യത്തിന് തുണ നിന്ന അങ്ങനെ കുറച്ചു പേരെ ഞാൻ ഓർക്കുകയാണ്. ഓർമ്മകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നടക്കുകയാണ്. ഈ വഴിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ് മുന്നിലേക്കെത്തുന്നത്. മലയാളത്തിൻ്റെ അഭിമാനമായി മാറിയ സുഭാഷ് ചന്ദ്രൻ കുട്ടിക്കാലത്ത് എനിക്ക് കളിക്കൂട്ടുകാരനായ സുരു ആയിരുന്നു. വീട്ടിൽ വിളിച്ചിരുന്ന പേര് സുരു എന്നുള്ളതുകൊണ്ട് ഞാനും സുരു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഈ ഇടവഴിയിലും ഇതിനപ്പുറത്തുള്ള പുഴയിലും അപ്പുറത്തുള്ള മൈതാനത്തുമൊക്കെയായി കളിച്ചു വളർന്ന കളിക്കൂട്ടുകാരായിരുന്നു ഞങ്ങൾ. കുട്ടിക്കാലം ആസ്തമ രോഗത്തിൻ്റെ പിടിയിലായിരുന്നു. അമ്മ പറയാറുണ്ട്, വലിച്ചു കിടക്കുന്ന കുഞ്ഞിനെ മാറ്റി കിടത്തിയിട്ട് നേരെ കിടന്ന് പ്രാണൻ പൊക്കോട്ടെ എന്ന് പ്രാർത്ഥിച്ച സമയങ്ങളുണ്ടായിരുന്നു എന്ന്. ഒരു 15 വയസ്സ് വരെയും ഞാൻ കളശലായ ആസ്തമ രോഗത്തിൻ്റെ പിടിയിലായിരുന്നു. പിന്നെ ആൺകുട്ടികൾ മുതിരുമ്പോൾ ചെസ്റ്റ് എക്സ്പാൻഷൻ്റെ കാലത്ത് സ്വാഭാവികമായിട്ടും ആസ്തമ മാറും എന്ന് ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് അങ്ങനെ മാറുകയായിരുന്നു. ബാല്യകാലം ചെറുപ്പം മുതലേ ഭയങ്കര കഷ്ടതയായിരുന്നു. എന്ന് വെച്ചാൽ അസുഖം, അല്ലാണ്ട് കഴിക്കാനും കുടിക്കാനും ഇല്ലായല്ല, അസുഖം കൊണ്ട് ഏതെങ്കിലും ചുമയൊക്കെ ആയിട്ടേ ഒരുപാട് നാൾ എറണാകുളത്തും അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഒക്കെ തീരെ ഔഷധയാവുമെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ എല്ലാവരും കൂടെ കൊണ്ടുപോയി നോക്കി, ഞാനും അതിൽ ഒരുപാട് ഉത്സാഹിച്ച കാരണം അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പം എല്ലാം മാറിക്കിട്ടി. അമ്മയ്ക്ക് തിരുവാതിര പാട്ടുകളിൽ കമ്പമുണ്ടായിരുന്നു. അമ്മ കുറേ കാലം ഹാർമോണിയം പഠിച്ച ഒരാളാണ് എന്നുള്ളത് പിൽക്കാലത്ത് എന്നെ അമ്പരപ്പിച്ചൊരു വസ്തുതയാണ്. അമ്മയുടെ സ്വഭാവത്തിലും പ്രകൃതത്തിലും സംഗീതത്തിൻ്റെ അംശങ്ങളില്ല എന്ന് തോന്നിക്കുന്ന ഒരാളാണെങ്കിലും കടുങ്ങല്ലൂർ അമ്പലത്തിൽ സത്രം എന്ന് വിളിച്ചിരുന്ന ചെറിയൊരു കെട്ടിടത്തിൽ
വന്ന് താമസിച്ച് 1960കളിലെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഹാർമോണിയം പഠിപ്പിച്ച ഒരു ഗുരുനാഥനെ പറ്റി അമ്മ ഓർക്കുന്നുണ്ട്. അദ്ദേഹം ആ ബാച്ചിലെ ഏതോ ഒരു സുന്ദരി പെൺകുട്ടിയെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഒളിച്ചോടി പോയതുകൊണ്ട് അമ്മയുടെ സംഗീത ജീവിതം മുടങ്ങിപ്പോയി എന്നാണ് അമ്മ തമാശ രൂപേണ പറയാറുള്ളത്. കഴിഞ്ഞങ്ങോ സുഖമായിട്ടിരിക്കുമ്പോൾ രാമദേവൻ പള്ളി വേട്ട് കേഴുന്നള്ളത്ത് എന്ന നേരം മാതാക്കന്മാർ മൂവരുമായോരുമിച്ചു സീതയോടു സരസമായി പറഞ്ഞിവണ്ണം. പഴയകാലത്തിൻ്റെ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള സവിശേഷമായ ചില വ്യക്തിത്വ വിശേഷങ്ങൾ എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ മേല് കഴുകി വന്ന് ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയുടെ മുന്നിൽ ഭസ്മം തൊട്ട് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എൻ്റെ അച്ഛൻ. ദൈവമില്ലെന്ന് വിശ്വസിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാരെ പോലെ ആയിരുന്നില്ല എന്ന് ചുരുക്കം. ഞാനത് മുതിർന്നപ്പോൾ അച്ഛനോട് എന്നിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ആവേശിച്ചു തുടങ്ങിയപ്പോൾ അച്ഛനോട് നേരിട്ട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയുന്നവർ രഹസ്യമായിട്ട് ഈ ഭസ്മം തൊട്ട് പ്രാർത്ഥിക്കുന്നത് ശരിയാണോ എന്ന് അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്. അച്ഛൻ ധാരാളമായി വായിക്കുന്ന ഒരാളായിരുന്നു, മൗനിയായിരുന്നു. കടുങ്ങല്ലൂർ സാഹിത്യഭൂഷണി വായനശാലയിൽ നിന്ന് പുസ്തകങ്ങൾ എടുക്കാൻ എന്നെ നിർബന്ധിപ്പിച്ചതും എന്നെ പുസ്തക വായനയിലേക്ക് കൊണ്ടുവന്ന അച്ഛനായിരുന്നു. സുഭാഷ് ചന്ദ്രനെയും കുടുംബത്തെയും എനിക്ക് ചെറുപ്പം മുതലറിയാം. അവരെ അച്ഛനും അമ്മയും, ചന്ദ്രൻ ചേട്ടനാണ് അച്ഛൻ, അമ്മ പൊന്നു ചേച്ചി, ഇവരെയൊക്കെ ആയിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. സുഭാഷ് ചന്ദ്രനാണെങ്കിൽ SLC തൊട്ട് ഈ ലൈബ്രറിയിൽ നിത്യവും വരാറുണ്ട്. പ്രീ ഡിഗ്രിക്കാകുമ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോകണം. പിന്നെ BA ആയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇരട്ടി, MA ആയി കഴിഞ്ഞപ്പോൾ വലിയ വലിയ പുസ്തകങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ ഞാൻ അതിശയിക്കും, ഇത്രയും പുസ്തകങ്ങളൊക്കെ ഒരാൾ വായിച്ച് തീർക്കുമെന്ന്. പക്ഷേ സുഭാഷ് ചന്ദ്രൻ അതെല്ലാം കൃത്യമായിട്ട് വായിക്കുകയും അത് കഴിയുന്നത് പിറ്റേ ദിവസം അല്ല അതിൻ്റെ അടുത്ത ദിവസം തിരിച്ചു കൊടുക്കാനായിട്ട് വളരെയധികം ശ്രദ്ധ ചെലുത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ സുഭാഷ് ചന്ദ്രൻ്റെ ചേച്ചിയാണ്. ഞങ്ങൾ 5 മക്കളായിരുന്നു. ഏറ്റവും മൂത്ത ആൾ ഞാനും, 5ാമത്തെ സുഭാഷുമായിരുന്നു. സുഭാഷിൻ്റെ പേര് സുരേഷ് കുമാർ എന്നായിരുന്നു. പക്ഷേ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടു ചെന്നപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് സുരേഷ് കുമാർ വേണ്ട, സുഭാഷ് ചന്ദ്രൻ ആവണം, ചന്ദ്രബോസ്, സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞു അവൻ. അപ്പോൾ സാറ് പറഞ്ഞു, അവിടുത്തെ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, അങ്ങനെ പറ്റില്ല, നീ ഇപ്പോൾ ബോസ്സായിട്ടില്ലല്ലോ, ഒരു നാൾ ബോസ്സാവും, അന്ന് നീ ബോസ്സായിക്കോളൂ, ഇപ്പോൾ വേണ്ട, ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സുഭാഷ് ചന്ദ്രൻ അവിടെ പേര് കൊടുത്ത് അങ്ങനെയാണ് അവൻ സുഭാഷ് ചന്ദ്രനായത്. അവൻ തന്നെ ഉണ്ടാക്കിയ പേരാണ് സുഭാഷ് ചന്ദ്രൻ. അച്ഛനും അമ്മയിട്ടത് സുരേഷ് കുമാർ എന്നായിരുന്നു. കടുങ്ങല്ലൂരിലെ 2 സർക്കാർ പള്ളിക്കൂടങ്ങളിലാണ് ഞാൻ പഠിച്ചത് എന്നുള്ളത് അഭിമാനത്തോടെ ഞാൻ എൻ്റെ പുസ്തകങ്ങളുടെ ബയോഡാറ്റയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആലിങ്ങൽ സ്കൂളെന്ന് ഞങ്ങൾ വിളിക്കുന്ന കിഴക്കേ കടുങ്ങല്ലൂർ LP സ്കൂളിലും പടിഞ്ഞാറ് കടുങ്ങല്ലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലുമായിട്ടാണ് ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അവിടെ 5ാം ക്ലാസ്സിൻ്റെ ചുമരിൽ രാധാകൃഷ്ണൻ സാർ എന്ന് പറയുന്ന അവിടുത്തെ സയൻസ് അധ്യാപകൻ സുന്ദരമായി വരച്ചിട്ട ഒരു പ്രകൃതി ദൃശ്യം എന്നെ കാത്തിരുന്നിരുന്നു. മലകളുടെ ഇടയിലൂടെ കുതിച്ചൊഴുകുന്ന ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ചിത്രമായിരുന്നു അത് വരച്ചത് അവിടുത്തെ ഒരു അധ്യാപകനാണ് എന്നുള്ള അറിവ് ആ അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ അദ്ദേഹത്തെ ആദരവോടെ നോക്കി നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ, കേവലനായി കാണപ്പെടുന്ന ഒരു ചെറിയ മനുഷ്യൻ ചുമരിൽ തൻ്റെ സർഗാത്മകത കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുന്ന ആ കാഴ്ച വലുതാകുമ്പോൾ അങ്ങനെ 4 പേര് നോക്കുമ്പോൾ അത്ഭുതത്തോടെയും വിസ്മയത്തോടെയും നോക്കുന്ന ഒരാളായി തീർന്നിരുന്നെങ്കിൽ എന്ന് എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പിന്നീട് മഹാരാജാസ് കോളേജിൽ MA ക്ലാസ്സിൽ ഞങ്ങൾ സഹപാഠികളായി. ഒരേ ബസ്സിലിരുന്ന്, ഒരേ ബസ്സിൻ്റെ ഒരേ സീറ്റിലിരുന്ന്, ഒരേ ക്ലാസ്സിലെ ഒരേ ബെഞ്ചിലിരുന്ന് 2 വർഷത്തോളം ഞങ്ങൾ MA വിദ്യാർത്ഥികളായി, സഹപാഠികളായി. അങ്ങനെ ഒരുപാട് ഓർമ്മകളാണ് അക്കാലത്തെക്കുറിച്ചുള്ളത്. കടുങ്ങല്ലൂരിലെ ഈ കളിക്കളങ്ങളിൽ കളിച്ചു വളരുമ്പോഴും ഒരുപാട് വായിക്കണം, വായനയിലൂടെ ഒരുപാട് ലോകത്തെക്കുറിച്ച് അറിയണം. മനുഷ്യൻ എന്ന മഹാപൊരുളിൻ്റെ
എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നൊക്കെയുള്ള വലിയ ചിന്തകൾ ആ കുട്ടിക്കാലത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നു. കുറേയൊക്കെ മണ്ടത്തരമെന്ന് വിശ്വസിക്കാവുന്ന ചിന്തകൾ പോലും അക്കാലത്ത് വച്ചു പുലർത്തിയിരുന്നു. പിന്നെ ചെറുപ്രായത്തിൽ നന്നായി പാടും, പടം വരയ്ക്കും, കൊത്തുപണികൾ ചെയ്യും. മരക്കഷ്ണങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് നന്നായി അതിൽ ഒരു ഭാവങ്ങൾ എഴുതി തീർക്കും. അതുപോലെ തന്നെ അങ്ങനെ എല്ലാ കൂട്ടത്തിനും ഒരു പ്രത്യേക കലാവാസന, കലാബോധം അവരിലുണ്ടായിരുന്നു. ഭർത്താവെ കണ്ടീലയോ കനകമയ മൃഗം, എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമീതം, പേടിയുണ്ടതിനേതും എത്രയും അടുത്തു വന്നിടുന്നു, മെരുക്കമുണ്ടെത്രയുമെന്നു തോന്നും, കളിപ്പാനതിസുഖം ഉണ്ടിതു നമുക്കിന്നു വിളിച്ചിടുക വരും എന്നു തോന്നുന്നു നൂനം, വിളിച്ചുകൊണ്ടിങ്ങു പോന്നിടുക മടിയാതെ, മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപതേ. ഏതായാലും ബാല്യത്തിൽ ഈ വീടിരിക്കുന്ന സ്ഥലത്ത് പണ്ട് അച്ഛനുണ്ടാക്കിയ ഞങ്ങളുടെ ആദ്യ വീട്ടിൽ ചട്ടുകം പോലെ നാവാട്ടി കിടന്ന വലിയൊരു ഘടികാരം, ക്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മിക്കവാറും കുട്ടിക്കാലത്തിൻ്റെ രോഗപീഠകളിൽ ഞാൻ കളിക്കാൻ പോകാനാവാതെ വീട്ടിനുള്ളിൽ ഈ ഘടികാരത്തിൽ നിന്ന് തുള്ളി തുള്ളിയായി താഴേക്കിറ്റുന്ന സമയത്തിൻ്റെ ടിക് ടിക് ശബ്ദം കേട്ട് കഴിച്ചു കൂട്ടിയത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ഘടികാരം വലിയ ചട്ടുകം പോലെയുള്ള നാവാട്ടി കിടന്ന ആ വലിയ ക്ലോക്ക്, അച്ഛൻ ദിവസവും കീ കൊടുത്ത് പ്രവർത്തനം ഉറപ്പിച്ചിരുന്ന ആ ക്ലോക്ക് എൻ്റെ ജീവിതത്തിനെയും എൻ്റെ എഴുത്ത് ജീവിതത്തിനെയും ഒരുപോലെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന എൻ്റെ ആദ്യ കഥയുടെ ശീർഷകം മുതൽ ഉരുളകിഴങ്ങ് തിന്നുന്നവർ എന്ന പൊട്ടാറ്റോ ഈറ്റേഴ്സ് എന്ന വാൻ ഗോഗിൻ്റെ പെയിൻറ്റിങ്ങിനെ അടിസ്ഥാനമാക്കി ഞാൻ ചെയ്ത ചെറുകഥയിൽ വരെ, പിന്നെ മനുഷ്യനാമുഖം, സമുദ്രശില എന്ന നോവലിൽ ഉടനീളം സമയബന്ധിതമായിട്ടുള്ള, വലിച്ചാൽ റബ്ബർ നാട പോലെ നീളുന്നതും മുറുകിയാൽ വീണക്കമ്പി പോലെ തകരുന്നതുമായിട്ടുള്ള ആ സമയത്തിൻ്റെ സാന്നിധ്യം എൻ്റെ എഴുത്തിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. ബാല്യകാലം എന്നെ സമയം പോവുകയല്ല, സമയം തീരുകയാണ് എന്ന് വളരെ നേരത്തെ പഠിപ്പിച്ചിരുന്നു. ചെറുപ്പത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവൻ എന്തെങ്കിലും ഒരു ഇതിൽ വരുന്ന, അല്ലാണ്ട് എഴുത്തുകാരൻ തന്നെ ആവുന്നല്ല, എന്തോ ഒരു നല്ല ശകലം തലയ്ക്കിത്തിരി മൂളയുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെ പോലെയല്ല, എന്തു പറഞ്ഞാലും ഒരു നല്ല വിവരത്തോടുകൂടി, അല്ലാണ്ട് ഇനി അമ്മ എന്തമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കണം, നിർത്തമ്മേ എന്നൊക്കെ പറഞ്ഞു തരും എനിക്ക്. അങ്ങനെ പറയണ ഒരാളാണ്, അല്ലാണ്ട് വേണ്ടാത്തൊന്നും അങ്ങനെ പറയില്ല. എഴുത്തുകാരൻ എന്ന വാക്കിനർത്ഥം അതിർത്തികളെയും സങ്കുചിതമായ വിഭജനങ്ങളെയും ഉല്ലംഘിച്ചുകൊണ്ട് മനുഷ്യരാശിയെ ഒട്ടാകെ സ്നേഹിക്കുന്നവൻ എന്ന് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സുഭാഷ് ചന്ദ്രൻ തെളിയിച്ചു. KG ശങ്കരപ്പിള്ളയുടെയും CR ഓമനക്കുട്ടൻ്റെയും M തോമസ് മാത്യുവിൻ്റെയും എല്ലാം ശിക്ഷണത്തിൽ മഹാരാജാസിൽ നിന്ന് 1ാം റാങ്കോടെ മലയാളം MA പാസ്സായി. ആലുവ ക്യൂൻ മദേഴ്സ് കോളേജിൽ കുറച്ചുകാലം അധ്യാപകനായും സേവനമനുഷ്ഠിച്ചു. ക്യൂൻ മദേഴ്സ് എന്ന് പറഞ്ഞൊരു പാരലൽ കോളേജിൽ ഞാൻ കുറച്ചുകാലം അധ്യാപകനായിട്ട് ചേർന്നിരുന്നു. ഞാൻ മഹാരാജാസിൽ നിന്ന് 1ാം റാങ്കോടെ പാസ്സായി വന്ന സമയത്ത് ആദ്യം LLBക്ക് ചേർന്നിരുന്നെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് LLB എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. എറണാകുളം ലോ കോളേജിലാണ് ചേർന്നത്. അപ്പോഴാണ് ക്യൂൻ മദേഴ്സിൻ്റെ പ്രിൻസിപ്പൾ പ്രസാദ് സാർ എന്നെ വഴി വെച്ച് കണ്ടിട്ട് സുഭാഷിനെ ഇങ്ങനെ MAക്കാർക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്, അപ്പോൾ ഞാൻ സന്തോഷത്തോടെ സമ്മതിച്ചു. എനിക്ക് 1200 രൂപ ശമ്പളം പറഞ്ഞപ്പോൾ അത് അന്നൊരു വലിയ തുകയായിട്ട് തോന്നി. അങ്ങനെ ഞാൻ MAക്ക് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ആ ക്ലാസ്സിൽ കണ്ട ഒരു മുഖമാണ് ഈ മുഖം. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൻ്റെ പരിഭ്രമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ D വിനയേന്ദ്രൻ്റെ വീട്ടിലേക്കുള്ള വഴി എന്നുള്ള കവിതാ സമാഹാരം കൊണ്ടുവരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഏതെങ്കിലും കുട്ടിക്ക് ഇത് കവിത ചൊല്ലുന്ന ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സിൽ? ഏതെങ്കിലും കുട്ടിക്ക് ഈ വീട്ടിലേക്കുള്ള വഴി ചൊല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കുറേ കുട്ടികൾ ജയശ്രീ ചൊല്ലും സാർ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആരാ ജയശ്രീ എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റിരുന്നു. രണ്ടാമത്തെ
ബെഞ്ചിലെ രണ്ടാമത്തെ കുട്ടിയായിരുന്നു. എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ഞാൻ ഈ കവിത കൊടുത്ത് വായിക്കാം. അപ്പോൾ നന്നാ അസലായിട്ട് അത് നല്ല ഈണത്തിൽ അത് ചൊല്ലി. വീട്ടിലേക്കെന്നു പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ, കൂട്ടുകിടക്കുന്ന പുസ്തകക്കൂട്ടങ്ങൾ ഇത്തിരി മുറ്റത്ത് ഞാൻ നട്ടു നോറ്റു പൂവിട്ട തൈമുല്ല, പടിവാതിലോളം പറന്നു മറയും കൊച്ചരിപ്രാവ്, കലണ്ടറിൽ ചൂട്ടുകത്തിച്ചു കിടക്കും അവധികൾ. അത് എൻ്റെ ഒരു പ്രാർത്ഥനാഗാനമായിരുന്നു അക്കാലത്ത് ശരിക്കും. അത് ഇങ്ങനൊരു മുഖത്ത് നിന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എത്തിച്ചേർന്ന ഒരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായത്. അങ്ങനെ ഞാൻ മാതൃഭൂമിയിൽ ജോലി കിട്ടി പോവുകയും 23, അപ്പോൾ ഇവൾക്ക് 22 വയസ്സും എനിക്ക് 23 വയസ്സുണ്ട്. അപ്പോൾ 22 വയസ്സുള്ള പെണ്ണുങ്ങളെ കെട്ടിച്ചിടാൻ എളുപ്പമാണ്, നമുക്ക് 21 ചെറിയ പ്രായമാണ്. പക്ഷേ ഞാൻ എൻ്റെ അമ്മയോട് പറയുകയും എനിക്കിങ്ങനെ ഒരു കുട്ടി ഇഷ്ടമാണ് എന്ന് പറയും. ഞാനൊരു കത്തയച്ചു, ഇവളുടെ അഡ്രസ്സ് തപ്പിപ്പിടിച്ചൊരു കത്തയച്ചു. അതിന് മറുപടി വന്നപ്പോൾ അതിനകത്തുള്ളൊരു വാചകം എന്നെ വിസ്മയിപ്പിച്ചു. അത് ഇതായിരുന്നു: മാഷിൻ്റെ കത്ത് വരുന്ന ദിവസം എൻ്റെ വീട്ടിൽ ചെറിയൊരു വിശേഷം ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ്റെ സഞ്ചയനം എന്നായിരുന്നു അത്. അതായത് അച്ഛൻ മരിച്ച സഞ്ചയനം നടക്കുന്ന ദിവസം ആണ് അവളുടെ ഭർത്താവാകണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ കത്ത് ആ വീട്ടിൽ ചെല്ലുന്നത്. ആ വാചകത്തിൽ തന്നെ ഞാൻ എൻ്റെ ഭാര്യയാക്കി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചു. ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ജോലി കൺഫർമേഷൻ കിട്ടുന്നവരെ നമ്മൾ വിവാഹം നീട്ടിവെച്ചു. ഇത്ര നേരത്തെ പ്രണയിച്ചു കല്യാണം കഴിക്കാൻ പോകണു എന്നുള്ളത് എനിക്ക് ഉള്ളിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ 23 വയസ്സായിട്ടേ ആയിട്ടുള്ളൂ ഇവന്. ജോലിയാണെങ്കിൽ ശരിയായിട്ടില്ല, ശരിക്കുള്ള ജോലി ആയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കല്യാണം കഴിച്ചാൽ ഞങ്ങളുടെ കുടുംബത്തും ഇത്തിരി ബുദ്ധിമുട്ടും പ്രാരാബ്ദമൊക്കെ ഉള്ള കുടുംബമാണ്. അതുകൊണ്ട് 5 പിള്ളേരും ഞാനും അച്ഛനും ഉണ്ടെന്ന്. അത്രയും പേരങ്ങോട്ട് ഒന്നിച്ചൊക്കെ പോകണ്ടേ. അപ്പോൾ ഞാൻ ഇവനോട് ഇങ്ങനെ ചോദിച്ചു, അങ്ങനെ ഇത്ര നേരത്തെ പ്രണയവും മറ്റതും മറിച്ചും ഒക്കെ വേണോ? ഞാൻ കരുതി അവൻ്റെ ഇഷ്ടമല്ലേ, നമ്മളത് പറഞ്ഞ് ബഹളം വയ്ക്കാനോ ഒന്നും നിൽക്കണ്ട, ആയിക്കോട്ടെ എന്ന് വെച്ചു. ആ സമയത്ത് ദീർഘങ്ങളായുള്ള കത്തുകൾ ഞങ്ങൾ പരസ്പരം അയച്ചിരുന്നു. മനുഷ്യനൊരാമുഖം എഴുതുന്ന സമയത്ത് എഴുതി കഴിഞ്ഞപ്പോൾ അത് 100 വർഷത്തെ കഥയായതുകൊണ്ട് അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കുറ്റി എവിടെയെങ്കിലും വേണം എന്നുള്ളത് കൊണ്ട് ഒരു ജിതേന്ദ്രൻ നായികയായിട്ടുള്ള അന്മേരിക്ക് അയക്കുന്ന പ്രണയലേഖനങ്ങളാണ് ഞാൻ വിചാരിച്ചത് എല്ലാ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ. പക്ഷെ അത് അപ്പോഴേക്കും കാലം കുറേ കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ പ്രണയം സാഫല്യത്തിലെത്തിയതുകൊണ്ടും കൃത്രിമമായിട്ടൊരു പ്രണയലേഖനം പിന്നെ ആലോചിച്ച് എഴുതാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു. നമ്മൾ ഈ പ്രണയം മാത്രം കള്ളത്തരത്തിന് വഴങ്ങുന്ന ഒന്നല്ല. ഏതൊരു സാധാരണക്കാരനെയും കവിയാക്കുന്നൊരു എലമെൻറ്റ് പ്രണയത്തിലുണ്ട്, പ്രത്യേകിച്ച് അക്ഷരാഭ്യാസമുള്ള ആളുകൾക്ക്. ഇവളോട് ആ സങ്കടം പറഞ്ഞ് ഇവള് പറഞ്ഞു, അത് എൻ്റെ കയ്യിൽ നിങ്ങളുടെ കുറച്ച് കത്തുകളുണ്ട്, അപ്പോൾ 2 കെട്ടുകളായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ താമസിച്ചൊരു വാടക വീട്ടിലൊരു പ്രളയം വന്നിട്ട് ഓടയിൽ നിന്ന് വെള്ളം കയറിയിട്ട് ഞങ്ങളുടെ എല്ലാ സമ്പാദ്യം എന്ന് വെച്ചാൽ അന്ന് വലിയ സമ്പാദ്യമൊന്നുമില്ല, ഞങ്ങളുടെ കുറേ വസ്തുക്കൾ നശിച്ചു പോയിരുന്നു. പക്ഷെ അതിൽ പെടാതെ ഇവള് കല്യാണ സാരിയിൽ പൊതിഞ്ഞ് ഈ 2 കത്തുകളുടെ കെട്ടും അലമാരിയുടെ ഏറ്റവും മുകളിലെ തട്ടിൽ വെച്ച് രക്ഷപ്പെടുത്തിയിരുന്നു. അത് ശരിക്കും ഒരു നിമിത്തം പോലെയായിരുന്നു ആ നോവലിലേക്കുള്ള. അപ്പോൾ ഞാൻ അവൾക്ക് എഴുതിയ കത്തുകൾ അവൾ എനിക്ക് തന്നപ്പോൾ അത് അവളുടെ സ്വത്താണ്, അത് പിന്നെ എൻ്റേതല്ല. ഞാൻ ഈ ഓദർ ഈസ് ഡെഡ് എന്ന് പറഞ്ഞ ഒരു സംഗതി അതിനകത്തുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ അത് നല്ലതാണല്ലോ, കാരണം അത് വെറും പ്രണയം മാത്രമുള്ള കത്തുകളായിരുന്നില്ല. ആ സമയത്തെ ഒരു 22 വയസ്സുകാരനായിട്ടുള്ള സുഭാഷ് ചന്ദ്രൻ്റെ മഹത്വാകാംക്ഷകൾ, സാഹിത്യത്തെപ്പറ്റിയുള്ള ആലോചനകൾ, ജീവിതത്തെപ്പറ്റിയുള്ള ആലോചനകൾ, അതെല്ലാം അതിനകത്ത് വലിയ അളവിലുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ അനുവാദത്തോടെ അല്ലേ, അവൾ പറഞ്ഞ് ചില വാക്കുകളൊക്കെ വെട്ടിക്കളയണം, ഈ ഇൻറ്റിമസി മൂത്തെഴുതിയ ചില വാക്കുകളൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് എഡിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത 41 കത്തുകൾ, 200-ലധികം കത്തുകളുണ്ടായിരുന്നു. അതിൽ തിരഞ്ഞെടുത്ത 40-ലധികം കത്തുകളിൽ നിന്ന് ചില ഭാഗങ്ങൾ എഡിറ്റ് ചെയ്തെടുത്തിട്ടാണ് മനുഷ്യരാമൂഹത്തിൻ്റെ ആൻമേരി എന്നുള്ള സംബോധന മാത്രം ജയശ്രീ എന്നുള്ള വെട്ടിയിട്ട് പ്രിയപ്പെട്ട ജയശ്രീക്ക് എന്നുള്ള വെട്ടി പ്രിയപ്പെട്ട ആൻമേരിക്ക് എന്നാക്കിയിട്ട് സ്വന്തം ജിതേന്ദ്രൻ അവസാനം ചേർത്തിട്ടുള്ള കത്താക്കിയിട്ട് ഉപയോഗിച്ചത്. ഈ എഴുത്ത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു സ്ഥാപനമാണല്ലോ നമ്മുടെ നാട്ടിലെ നമ്മുടെ സാഹിത്യപോഷിണി വായനശാല. ആ വായനശാലയുടെ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ
എവിടെയായിരിക്കും തുടങ്ങുന്നത്? സാഹിത്യഭൂഷണി വായനശാല ശരിക്കും ഒരു അഭയസ്ഥാനമായിരുന്നു. വൈകുന്നേരങ്ങളിൽ പോയിരിക്കാൻ അജ്ഞാതരായിട്ടുള്ള ആളുകൾ എഴുതിയ പുസ്തകങ്ങൾ, മാഗസീനുകൾ, നമ്മുടെ കടുങ്ങല്ലൂരിന് പുറത്തൊരു ലോകമുണ്ട് എന്നും നമ്മുടെ കടുങ്ങല്ലൂരിലുള്ള മനുഷ്യരെക്കാൾ വലിയ മനുഷ്യർ, പ്രശസ്തരായ മനുഷ്യർ, മഹാന്മാരായ മനുഷ്യർ പുറത്തുണ്ടെന്നൊക്കെ അറിയിച്ചത് നമ്മുടെ വായനശാല. സാഹിത്യഭൂഷണി എന്നുള്ള പേര് പോലെ തന്നെ അത് സാഹിത്യഭൂഷണി മാത്രമായിരുന്നില്ല, ജീവിതഭൂഷണി കൂടിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. വളരെ കാലത്തെ പരിശ്രമത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും ഫലമായിട്ട് പൂർത്തീകരിച്ച നോവലാണ് മനുഷ്യനൊരാമുഖം. നമ്മളിപ്പോൾ നിൽക്കുന്ന കടുങ്ങല്ലൂരിലെ സാഹിത്യഭൂഷണി വായനശാലയിലെ അക്കാലത്തെ എൻ്റെ യൗവനാരംഭം വരെയുള്ള കാലത്തെ ഏതാണ്ട് 13,000 പുസ്തകങ്ങൾ ഓരോന്നോരോന്നായി വായിച്ച് തള്ളിയതിൻ്റെ ബലം മാത്രമേ ഈ നോവൽ എഴുതുമ്പോൾ എനിക്ക് കൈമുതലായി ഉണ്ടായിരുന്നുള്ളൂ. 100 വർഷത്തെ മലയാളിയുടെ വൈകാരിക ചരിത്രം രേഖപ്പെടുത്തണമെന്ന ദുരാഗ്രഹമാണ് എന്നെ ഈ നോവലിൻ്റെ രചനയിലേക്ക് ആനയിച്ചത്. 26 വയസ്സിൽ ഞാൻ നോവൽ സംഗ്രഹം എന്ന പേരിൽ ഈ നോവലിൻ്റെ ഒരു സിനോപ്സിസ് എഴുതി തയ്യാറാക്കിയിരുന്നു. ഭാവിയിൽ ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന നോവലിൻ്റെ ഘടന എന്തായിരിക്കും, അതിൽ എത്ര അധ്യായങ്ങളുണ്ടായിരിക്കും, അത് എவ்விധം സംവിധാനം ചെയ്യപ്പെട്ടിരിക്കും, അതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയായിരിക്കും എന്നുള്ള സൂചനകളടങ്ങുന്ന ആ ലഘു രൂപം ഞാൻ അക്കാലത്ത് തന്നെ ഇങ്ങനെയൊരു ബൃഹത് നോവൽ എഴുതി തീർക്കുവാൻ എനിക്ക് കഴിയാതിരുന്നേക്കുമോ എന്ന ഭയം കൊണ്ട് ഒരു ചെറുകഥയായി അച്ചടിക്ക് കൊടുത്തിരുന്നു. നോവൽ സംഗ്രഹം എന്ന ആ ചെറുകഥ നമ്മളിന്ന് വായിക്കുന്ന മനുഷ്യനൊരാമുഖം എന്ന നോവലിൻ്റെ ആദ്യ രൂപമാണ് എന്ന് പറയാം. സുഭാഷ് ചന്ദ്രൻ്റെ ആദ്യത്തെ നോവലായ മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതി ഈ കടുങ്ങല്ലൂരിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ എഴുതിയിരിക്കുന്നതാണ്. കടുങ്ങല്ലൂർ തന്നെയാണ് അതിലുള്ള തച്ചനക്കര എന്ന് പറയുന്ന പ്രദേശം. ആ തച്ചനക്കരയിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ നമ്മൾ നിത്യജീവിതത്തിൽ, ഞാൻ ഉൾപ്പെടെയുള്ളവർ നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ അതിൽ കഥാപാത്രമാണോ എന്ന് തന്നെ എനിക്ക് ചിലപ്പോൾ സംശയം തോന്നാറുണ്ട്. അത്രയ്ക്ക് സ്വാഭാവികമായ അവതരണമാണ് അതിൽ വരുത്തിയിരിക്കുന്നത്. ഈ കഥാപാത്രത്തിൻ്റെ മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഈ കഥാപാത്രങ്ങളിലൂടെ, അത് നമ്മൾ കടുങ്ങല്ലൂരിൽ ചെറുപ്പം മുതൽ കണ്ടനുഭവിച്ച ആ കാര്യങ്ങൾ തന്നെയാണ് സുഭാഷ് ചന്ദ്രൻ ആ കൃതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. സമുദ്രശില എന്ന നോവൽ അഭൂതപൂർവമായ ഒരു കലാശില്പ ശൈലിയിൽ സ്വയംഭൂ എന്ന പോലെ വളർന്നുറച്ച് രൂപപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നത് മറ്റ് പലരും വിചാരിക്കാവുന്ന കാരണങ്ങളാലല്ല, ആദിപ്രരൂപപരവും രൂപകപരവുമായ കാരണങ്ങളാലാണ്. നവരൂപകങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവിനെ ഐശ്വര്യമായ സൃഷ്ടികർമ്മത്തോട് സമാനമായ ആദരത്തോടെയാണ് ഭാരതീയർ വൈദിക കാലം മുതൽക്ക് വീക്ഷിച്ചു പോന്നത്. സ്വയംഭൂവായ അത്തരം കൽപ്പനാ സൃഷ്ടികൾ ശാശ്വത സമകളിലേക്ക് നീളുന്ന ആയുസ്സുള്ളവയായി ഡോക്ടർ എം ലീലാവതി നിരീക്ഷിക്കുന്നു. ഭാഷയായാലും പ്രകൃതിയായാലും മണ്ണായാലും പുഴകളായാലും മലകളായാലും മലയാളി നമ്മുടെ മാതൃസ്വരൂപങ്ങളോട് കാണിക്കുന്ന കൃതജ്ഞത, നിന്ദ ആണ് സമുദ്രശിലയുടെ കേന്ദ്ര പ്രമേയം എന്ന് വേണമെങ്കിൽ പറയാം. അത് അംബ എന്ന് പറയുന്ന സുന്ദരിയല്ലാത്ത, ഉദ്യോഗസ്ഥയല്ലാത്ത, ഭർത്താവിനാലോ പിതാവിനാലോ മകനാലോ സംരക്ഷിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു സ്ത്രീയുടെ കഥയായി മാറ്റി അവതരിപ്പിക്കുകയായിരുന്നു. മനുഷ്യനൊരു ആമുഖത്തിന് ശേഷം സുഭാഷ് ചന്ദ്രൻ എഴുതുന്ന നോവലാണ് സമുദ്രശില. ഒരു നോവൽ ത്രയം എന്ന് സങ്കല്പിക്കാവുന്ന ഒരു സീരീസിലെ രണ്ടാമത്തെ നോവലാണ് ഇത്. ഈ നോവലിൻ്റെ ഒരു അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: പോയ ജന്മങ്ങളെ ഓർത്തെടുക്കാനും വരും ജന്മങ്ങളെ സങ്കല്പിക്കാനുമായിട്ടാണ് സാധാരണ നാം നോവൽ വായിക്കുന്നതെന്ന്. സമുദ്രശിലയുടെ കാര്യത്തിൽ ഇതിനെ കൂടുതൽ പ്രാധാന്യം കൈവരുന്നു. ഇത് മഹാഭാരതം പോലെ വലിയൊരു ഇതിഹാസത്തിലൊരു കഥാപാത്രത്തെ ആസ്പദമാക്കി തുടങ്ങുകയും സമകാലിക ജീവിതത്തിൻ്റെ ചില സങ്കീർണതകളിലേക്ക് കണ്ണുപായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. മഹാഭാരതത്തിലൊരു സന്ദർഭത്തിൽ
അംബ എന്ന പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം മഹാഭാരത കർത്താവായ വ്യാസനോട് ഒരു സാങ്കല്പികമായ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഈ ചോദ്യം ഈ നോവലിൻ്റെ രചയിതാവ് തന്നെ സങ്കല്പിക്കുന്നതാണ്. അത് നോവലിലെ ചോദ്യം ഇതാണ്: ഞാൻ ഈ താങ്കളുടെ സന്തതിയോൽപാദന വ്യാസനിൽ നിന്നും സന്തതി ഉൽപ്പാദിപ്പിക്കാതെ ഒഴിഞ്ഞു മാറിപ്പോയ ഒരാളാണ്. ഒരു പക്ഷേ ഞാൻ താങ്കളിൽ ഒരു സന്താനം ഉണ്ടാവുകയാണെങ്കിൽ അത് ഏതു തരത്തിലുള്ള ആളായിരിക്കും എന്നുള്ളതാണ് അംബ ചോദിക്കുന്നത്. വളരെ വിഷമിച്ചുകൊണ്ട് വ്യാസൻ അതിന് ഉത്തരം പറയുന്നു. അതായത് നീ സ്വേച്ഛയോടുകൂടിയല്ല എന്നോട് ലൈംഗികമായി ബന്ധപ്പെടാൻ വരിക എന്നുള്ളത്, സ്വന്തം ഇച്ഛപ്രകാരമല്ല. അതുകൊണ്ട് തന്നെ സ്വേച്ഛയോടുകൂടി ഒരു ചലനം പോലുമില്ലാത്ത ഒരു കുഞ്ഞായിരിക്കും നിനക്കുണ്ടാവുക എന്ന് ക്രാന്തദർശിയായ ഈ മഹാഭാരത കർത്താവ് പറയുന്നു. ഇത് ആധുനിക ജീവിതത്തിലേക്ക് മാറ്റി സങ്കല്പിക്കുന്നതാണ് സുഭാഷ് ചന്ദ്രൻ്റെ ഈ സമുദ്രശില എന്ന നോവലിൽ സംഭവിക്കുന്നത്. ഭൗതികവും മാനസികവുമായ അജ്ഞാത ലോകങ്ങൾ തേടുന്ന മലയാള കഥ സുഭാഷ് ചന്ദ്രനിലൂടെ പുതിയ ആഖ്യാന രീതികൾ പരിചയിച്ചിരിക്കുകയാണ്. ബുക്കറാം വിത്തൽ എന്ന കള്ളൻ്റെ കഥ പറയുന്ന ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം മുതൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കഥ പറച്ചിലിലൂടെ മഹാത്മാവിൻ്റെ ജീവിതത്തെ പുതിയ കാലത്തേക്ക് ജ്ഞാനസ്നാനം ചെയ്യിച്ച കഥാകാരനാണ് ഈ എഴുത്തുകാരൻ. മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവുമാണ് സുഭാഷ് ചന്ദ്രൻ എഴുതുന്ന കഥകൾ. 1993 പ്രസിദ്ധീകൃതമായ ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം മുതൽ ഇങ്ങോട്ട് അടുത്തിടെ വെളിച്ചം കണ്ട ജ്ഞാനസ്നാനം വരെ അതിന് തെളിവാണ്. വെറും 30-30ൽ താഴെയോ കഥകൾ മാത്രമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. പ്രമേയത്തിലും പ്രമേയ പരിചരണത്തിലും വളരെ വ്യത്യസ്തങ്ങളായ ആ കഥകൾ മനുഷ്യജീവിതത്തിൻ്റെ സങ്കീർണ ഭാവങ്ങളെ വായനക്കാരന് മുന്നിൽ അവതരിപ്പിക്കുന്നു. മലയാള കഥ പരിചയിച്ച രചനാ സങ്കേതങ്ങളെ ആശ്ലേഷിച്ചുകൊണ്ട് തന്നെ സ്വയം പരിഷ്കരിച്ചുകൊണ്ട് ഏറെ ദൂരം മുന്നോട്ട് പോകാൻ പ്രാപ്തിയുള്ള കഥകളെന്ന് വേണം അവയെ പറയാൻ. സ്ഥലവും കാലവും സൂക്ഷ്മബോധത്തോടെ അടയാളപ്പെടുത്തുന്ന രചനകളാണ് അവയെല്ലാം. അതിസങ്കീർണമെങ്കിലും വായനക്കാരനെ കൗശലത്തോടെ ചേർത്തു പിടിക്കുന്ന ഒരു ദൃശ്യഭാഷയും ആ കഥകളിലുണ്ട്. പറുദീസ നഷ്ടം എന്ന കഥ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ വിവക്ഷ മലയാള ചെറുകഥയിൽ എക്കാലത്തും അടയാളപ്പെട്ടു കിടക്കും. അതുപോലെ തന്നെയാണ് റിപ്പബ്ലിക്, വധക്രമം, മരിച്ചവരുടെ ചെറിയ ഒപ്പീസ് തുടങ്ങിയ കഥകൾ. വാക്കുകളിൽ വരച്ച വാൻഗോഗ് ചിത്രമെന്ന് നിരൂപകൻ വി വിജയകുമാർ അദ്ദേഹത്തിൻ്റെ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന കഥയെ വിശേഷിപ്പിച്ചത് നാം വായിച്ചതാണ്. ആ കഥ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ ഭാഷയുടെ, മലയാള ഭാവനയുടെ നിത്യഭംഗിയായി, സൗന്ദര്യമായി നിലനിൽക്കും. ഇനി നമ്മുടെ ഭാഷയിൽ വരുന്ന കഥയെഴുത്തുകാർക്ക് അവ വായിച്ച് ഉൾക്കൊണ്ട് ഊർജം സംഭരിക്കാവുന്നതാണ്. അവ വായിക്കാതെ മുന്നോട്ട് പോകാനും കഴിയില്ല. കാരണം ഭാഷാ പരിചരണത്തിൽ സുഭാഷ് ചന്ദ്രൻ കാണിച്ചിട്ടുള്ള ഡിസിപ്ലിൻ വളരെ വ്യത്യസ്തമാണ്. ജഡം എന്ന സങ്കല്പം എന്ന കഥ അദ്ദേഹം ആദ്യകാലത്ത് എഴുതിയതാണ്. വർഷങ്ങൾക്കിപ്പുറം ഇന്നും ആ കഥ പുതുകഥയാണ്. ലുങ്കി ഉടുത്ത കല്ലു പെൻസിലുകൾ എന്നൊരു പ്രയോഗം അദ്ദേഹം ഒരു കഥയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത്തരം പെൻസിലുകൾ കുട്ടികൾ എഴുതാൻ ഉപയോഗിച്ചിരുന്ന കാലത്തെ മാത്രമല്ല, ഇനി ഒരിക്കലും വരാനിടയില്ലാത്ത ആ കാലത്തിൻ്റെ നിഷ്കളങ്ക ഭംഗികളെയും ആ ഒരൊറ്റ പ്രയോഗത്തിലേക്ക് ആവാഹിക്കുകയാണ് അദ്ദേഹം ഇത്തരത്തിൽ ചെയ്തത്. പുതുതലമുറയ്ക്ക് അന്യമായ അനേകം ജീവസുറ്റ പ്രയോഗ മാതൃകകൾ അദ്ദേഹത്തിൻ്റെ കഥകളിൽ നിന്നും കണ്ടെടുക്കാനാകും. മനുഷ്യജീവിയുടെ നിസാരതയും നിസ്സഹായാവസ്ഥയും പ്രത്യാശയും അടയാളപ്പെടുത്തുന്ന പുത്രകാമേഷ്ടി പോലൊരു കഥ മലയാളത്തിൽ അപൂർവമാണ് എന്ന് തന്നെ പറയാം. മറ്റൊരാൾ എഴുതിയാൽ പാളിപ്പോയേക്കാവുന്ന ജീവിതത്തിലെ ഒരു ചെറു നിമിഷം സുഭാഷ് ചന്ദ്രൻ എന്ന എഴുത്തുകാരൻ എഴുതുമ്പോൾ ധ്യാനദീപ്തിയുടെ ഉദാഹരണമായി മാറുന്നു. ഏറ്റവും പുതിയ കഥയായ ജ്ഞാനസ്നാനത്തിലൂടെ സുഭാഷ് ചന്ദ്രൻ ഇന്ത്യയുടെ പുതിയ കാലത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഗാന്ധിയുടെ ദുഃഖം ഇന്ത്യയുടെ ദുഃഖമായി അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു. സാഹിത്യഭൂഷണി വായനശാലയിലെ മഹാത്മാഗാന്ധി കോർണറാണ് ഇത്. മഹാത്മാഗാന്ധിയെക്കുറിച്ചും മഹാത്മാഗാന്ധി എഴുതിയതുമായിട്ടുള്ള പുസ്തകങ്ങൾ ഉള്ള അലമാര. ഒരുപക്ഷെ ഗാന്ധിയെപ്പറ്റി ഞാൻ ആദ്യമായിട്ട് വായിച്ചറിയുന്നതും ഈ സാഹിത്യഭൂഷണിയിൽ നിന്നായിരിക്കണം. ഗാന്ധിയുടെ ആത്മകഥയല്ലാതെ മറ്റൊന്നുമല്ല ഞാൻ വായിച്ച ആദ്യത്തെ ഗാന്ധിയൻ പുസ്തകം. പിൽക്കാലത്ത് ഒരു ഭാവബദ്ധത പോലെ എൻ്റെ സർഗാത്മകതയിൽ കയറിക്കൊടുവാൻ
മോഹൻദാസ് കരംചന്ദിന് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ 3-4 ചെറുകഥകളിലെങ്കിലും ഗാന്ധിയുടെ സാന്നിധ്യമുണ്ട്. മനുഷ്യനൊരു ആമുഖത്തിൻ്റെ കഥ തുടങ്ങുന്നതാകട്ടെ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുവാൻ മഹാത്മാഗാന്ധി കേരളത്തിലെത്തിയ വർഷമാണ്. എന്നാൽ അതുകൊണ്ടും തീരാതെ മഹാത്മാഗാന്ധിയുടെ മഹത്വം എങ്ങനെയാണോ ഇന്ത്യൻ മണ്ണിൽ നിന്ന് വറ്റിപ്പോയത് എന്നതിനെ പറ്റിയുള്ള ഒരു പര്യാലോചനയിൽ നിന്നാണ് ജ്ഞാനസ്നാനം എന്ന ചെറുകഥയിലേക്ക് ഞാൻ എത്തുന്നത്. ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്കും ഒരു പോയട്രി ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ആളെന്ന നിലയ്ക്കും ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയ്ക്കും എന്നെ ഏറ്റവും കൂടുതൽ സമീപകാലത്ത് ഇൻസ്പയർ ചെയ്ത കഥയാണ് സുഭാഷ് ചേട്ടൻ്റെ ജ്ഞാനസ്നാനം. വളരെ പോയറ്റിക്കായിട്ടുള്ള, വളരെ ചരിത്രം തുളുമ്പുന്ന, ഒരു ലോക ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലായി മാറിയ ഒരു സംഭവത്തെ അതിൻ്റെ സൗന്ദര്യാവിഷ്കാരം ചോർന്നു പോവാതെ അവതരിപ്പിച്ച ഒരു കഥ മാത്രമായിട്ടല്ല ജ്ഞാനസ്നാനത്തെ ഞാൻ വായിച്ചത്. അതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രമുണ്ട്, നമ്മുടെ രാജ്യത്തെ ആരാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ സമകാലീന രാഷ്ട്രീയ ധ്വനികളുണ്ട്. അതിന് അപ്പുറത്ത് വളരെ ബിംബങ്ങളുള്ള, അതായത് അതിൽ നിന്ന് നമുക്ക് ഒരു അനേകം ചലച്ചിത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന, അനേകം ശില്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന, അനേകം പെയിൻറ്റിങ്ങുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അനേകം കലകളെ ഉൽപ്പാദിപ്പിക്കാൻ, കലാവിഷ്കാരങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ജ്ഞാനസ്നാനം എന്ന കഥ രചിക്കപ്പെട്ടിരിക്കുന്നത്. മതാലസയും മാതകാംഗിയുമായ വാഗ്ദേവതയെ പുണരുന്നത് പോലെ തന്നെ സൗഹൃദങ്ങളെയും പുണരുന്ന എഴുത്തുകാരനാണ് സുഭാഷ് ചന്ദ്രൻ. നാട്ടിലെത്തിയാൽ കൂട്ടുകാരോടൊപ്പം പാട്ടും കഥയുമായി ആ സൗഹൃദങ്ങൾ അങ്ങനെ നീളുന്നു. ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാഹിത്യം അല്ല കൂടുതൽ ചർച്ച ചെയ്യാറുള്ളത്. എപ്പോഴും കഥകളാണ് മുഴുവനും. അപ്പോൾ ഒരു പക്ഷേ ഈ കഥ പറയുമ്പോൾ സുരു പറയുമ്പോൾ ആ കഥയ്ക്ക് ഭയങ്കര മനോഹാരിതയുണ്ട്. എന്ത് സംഭവം വന്ന് പറയുമ്പോഴും ആ ഫ്രീഡത്തോടുകൂടി പറയുന്ന ഒരു കഥകൾക്ക് ഞങ്ങൾ ചിലപ്പോൾ കഥയിൽ വരുമ്പോൾ, കഥ എഴുതുമ്പോൾ അതേ ഒരു ഫ്രീഡം തന്നെ അനുഭവിക്കുമോ, അതോ നമ്മുടെ അനുവാചകരെ കണ്ടുകൊണ്ട് ചിലപ്പോൾ കഥയിൽ അങ്ങനെ പറയണ അതേ സുഖം തന്നെ നമ്മൾ പറയുമ്പോൾ അതിമനോഹരമായിട്ട് പറയണത് അതേ രീതിയിൽ തന്നെയാണോ കഥ എഴുതുമ്പോഴും അതേ സ്വാതന്ത്ര്യത്തിൽ തന്നെ എഴുതണോ, അതോ ഒരു പ്രചോദനം അങ്ങനെ തന്നെ വേറെ ഏതെങ്കിലും രീതിയിലാണോ കഥ എഴുതുന്നത്? ഒരു ചോദ്യമാണ്. അതായത് ഈ നമ്മൾ കഥ അല്ലെങ്കിൽ സാഹിത്യം അങ്ങനെ ഒരു എഴുത്ത് രൂപം ഉണ്ടാകുന്നതിന് വളരെ മുമ്പ് വാസ്തവത്തിൽ ഭാഷ, ലിഖിത രൂപങ്ങളോ ഭാഷ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ സാധ്യതകൾ മനുഷ്യകുലത്തിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് കേവുകളിലുള്ള ഈ ആദ്യം മനുഷ്യൻ്റെ ചിത്രങ്ങളിൽ കാണുന്ന ഗുഹാചിത്രങ്ങൾ വാസ്തവത്തിൽ അന്നവൻ നടത്തിയ നായാട്ടിനെ പറ്റിയുള്ള ചിത്രണങ്ങളും പിന്നെ അയാൾ വന്ന് രാത്രി തീ കൂട്ടി വെന്ത മാംസം കഴിക്കുന്നതിന് മുമ്പ് അവൻ അന്ന് ആ നായാട്ടിനെ പറ്റി കേമത്വത്തോടെ പറയുന്നതായിരുന്നു കഥയുടെ തുടക്കം എന്നാണ് പറയുന്നത്. ഇന്ന് ഞാനൊരു പുലി ഓടിച്ചിട്ടു, ആ പുലി എന്നെ കൊടുങ്കാട്ടിലേക്ക് കൊണ്ടുപോയി, ഞാൻ അവനെ വിട്ടില്ല. അതിൻ്റെ രസഗീതങ്ങൾ പറഞ്ഞാണ് ആദ്യത്തെ കഥ ഉണ്ടായത്. സ്റ്റോറി ടെല്ലിങ് ശരിക്കും ഈ പുറത്തു പോയി നായാടുന്ന പുരുഷൻ വന്ന് വീട്ടുകാരോടോ അല്ലെങ്കിൽ കൂട്ടുകാരോടോ പറഞ്ഞ സംഗതിയാണ് കഥയായിട്ട് തുടങ്ങുന്നത്. അതിൻ്റെ ഒരു ഓറൽ ട്രഡീഷൻ ഭയങ്കരമായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ, ലോകത്തെല്ലായിടത്തും ഉണ്ട്. എന്നാൽ സാഹിത്യമായിട്ട് അത് എഴുതുമ്പോൾ വെല്ലുവിളി തുടങ്ങാണ്. കാരണം ഈ ഓറൽ ട്രഡീഷനെ എങ്ങനെയാണ് അതിലംഘിക്കുന്നത് എന്നുള്ളിടത്താണ് ഒരാളുടെ എഴുത്തിലെ ജീനിയസ് തെളിയുന്നത്. അതായത് നമ്മൾ പറയുന്ന പോലെ ഇപ്പം ബഷീർ ഭയങ്കര സംഭാഷണ പ്രിയനായിരുന്നു. പക്ഷെ ബഷീർ എഴുതുമ്പോൾ സത്യത്തിൽ ശ്രദ്ധിച്ചവർക്കറിയാം സംഭാഷണ രൂപത്തിലല്ല, അതിനകത്ത് സാഹിത്യം ഒരുപാടുണ്ട്. സാഹിത്യം എന്ന് വെച്ചാൽ വേറൊരു മേഖലയിലേക്ക് പുള്ളി കടക്കുന്നുണ്ട്. വെറുതെ കഥ കൂട്ടുകാരോട് പറയുന്ന കഥ പോലെയല്ല അത് എഴുതുന്നത്. അപ്പോൾ കുറച്ചുകൂടി കഥ മുതിർന്നപ്പോൾ ഇപ്പോൾ നമ്മുടെ ആദ്യകാല മലയാള ചെറുകഥയെ പറ്റി എം അച്യുതൻ മാഷിൻ്റെ പുസ്തകത്തിൽ രസികന്മാരായ തറവാട്ടുകാരനവർന്നാണ് ഒരു ആദ്യ ഘട്ടത്തെ പറ്റി പറയുന്നത്. അതായത് കാരണവന്മാർ വീട്ടിലിരുന്ന് കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ ഒരു മുതല നായാട്ട്, ഒരു മദിരാശി പിത്തലാട്ടം, വാസനാവികൃതി എന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥ ഇങ്ങനെ പറയാം. അന്ന് അവൻ ഭയങ്കരനായിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് അത് ശരിക്കും ആ ഓറൽ ട്രഡീഷൻ്റെ ഒരു തുടർച്ച മാത്രമായിരുന്നു. പിന്നെ കഥയും സാഹിത്യവും മുന്നോട്ട് പോയതിനനുസരിച്ച് വാക്കുകൊണ്ട് സരസമായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കാൻ പറ്റാത്ത ഒരു മേഖലയിലേക്ക് കഥ കടന്നു, അതായത് സാഹിത്യം കടന്നു. അതായത് നിങ്ങൾക്കിത് അക്ഷരം കൊണ്ടല്ലാണ്ട് വേറെ അവതരിപ്പിക്കാൻ പറ്റില്ല.
കൂട്ടുകാരുടെ രസികത്വം നിറഞ്ഞൊരു കഥയായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ ബോർഹസിൻ്റെ കഥകളൊക്കെ നോക്കും, അതൊന്നും ഒരിക്കലും, ഇപ്പോൾ മേതിൽ ആദർശൻ്റെ കഥകൾ മലയാളത്തിൻ്റെ ഒരു അത്ഭുതമാണ്. മേതിലിൻ്റെ കഥകൾ അതൊരിക്കലും അതിൻ്റെ സംഗ്രഹമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. മേതിലിൻ്റെ ഒരു കഥ വായിച്ചിട്ട് അതിൻ്റെ ഏതാണ്ട് ഒരു ഇന്നാണെന്ന് നമുക്ക് പറയാനേ പറ്റില്ല. കാരണം അത് ഒരു കഞ്ചാവ് വലിച്ചപ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി പോലത്തെ ഒരു സംഗതിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അക്ഷരം കൊണ്ട് നമ്മൾ സംസാരത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തന്നെയും സാഹിത്യം എന്ന് പറയുന്നത് അതല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു വിധാനത്തിലേക്ക്, വേറൊരു ലെവലിലേക്ക് അത് കടന്നു ചെല്ലുന്നുണ്ട്. മെഹോഷ് മേധാ तो फिर उस पे मर गया कैसे, मैं होश में था तो फिर उस पे मर गया कैसे, इस शहर मेरे लहू में उतर गया कैसे. ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ മാതൃഭൂമിയിൽ സഹപത്രാധിപരായി കോഴിക്കോട് നഗരത്തിലെ ഭൂമി എന്ന വീട്ടിൽ പ്രണയിനിയായ ജയശ്രീയുമൊത്ത് ജീവിതത്തെ ആഹ്ലാദഭരിതമാക്കുന്നു. മക്കളായ സേതു പാർവതി, സേതുലക്ഷ്മി എന്നിവരോടൊപ്പം ജീവിതം സർഗാത്മകമായി മുന്നേറുകയാണ്. ആ സർഗാത്മകതയ്ക്ക് മലയാളം നിരവധി പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, മാതൃഭൂമി അവാർഡ്, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ് അടക്കമുള്ള നിരവധി പുരസ്കാരങ്ങൾ ഇതിനോടകം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രൻ എന്ന ഈ കടുങ്ങല്ലൂർക്കാരൻ, തച്ചനക്കരക്കാരൻ ഇന്ന് മലയാള സാഹിത്യത്തിൻ്റെ ഭാവുകത്വത്തെയും ഗതിവിഗതികളെയും നിയന്ത്രിക്കുന്ന എഴുത്തിൻ്റെ കരുത്താർന്ന ശബ്ദവും രൂപവുമാണ്. ക്ഷീണിച്ചിടാത്ത ആ മനീഷിയിൽ നിന്നും മലയാളത്തിന് ഇനിയും നിരവധി സുഹൃതോപഹാരങ്ങൾ ലഭ്യമാവട്ടെ. നമ്മുടെ ഭാഷ സുഭാഷ് ചന്ദ്രനിലൂടെ കൂടുതൽ ചൈതന്യവത്തും ധന്യവുമായി തീരട്ടെ.